സുപ്രഭാതം. ഒരു ദിവസം രാവിലെ രണ്ടുപേർ സംസാരിക്കുന്നത് കേൾക്കാനിടയായി. എന്താ മോൻ്റെ ജോലി പോയി അല്ലേ? ആ ചോദ്യം കേട്ടപ്പോൾ ഞാൻ സ്വാഭാവികമായി അവരെ നോക്കി. ഇത് കേട്ട യുവാവ് സങ്കടത്തോടെ തലയാട്ടിക്കൊണ്ട് താഴോട്ടു നോക്കി ഇരുന്നു. അയാൾ ഒരുതരം സന്തോഷത്തോടെ തുടർന്നു. പഠിപ്പിക്കാൻ ഇത്രയും പണം ചെലവാക്കിയിട്ട് അവസാനം ജോലി പോയി, കഷ്ടം തന്നെ. അവിടെയും നിന്നില്ല കാര്യങ്ങൾ. ഉടൻ വന്നു അടുത്ത ചോദ്യം. ജോലി പോയതോടെ നിന്റെ കല്യാണവും മുടങ്ങി അല്ലേ? വല്ലാത്ത കഷ്ടം തന്നെ. ഞാൻ ആ മനുഷ്യൻ്റെ മുഖത്തേക്ക് നോക്കി. പറയുന്ന ആൾക്ക് അതൊരു ചെറിയ വാർത്ത മാത്രമായിരുന്നു. പക്ഷെ ആ വാർത്ത കേൾക്കുന്ന ഒരാൾക്ക് അതൊരു ജീവിതമായിരിക്കാം. അതാണ് ചിലപ്പോഴൊക്കെ നമ്മൾ മറന്നുപോകുന്നത്. നമുക്കൊരു സംഭവം ഒരു സംഭാഷണ വിഷയമായിരിക്കാം. പക്ഷെ മറ്റൊരാൾക്ക് അതേ സംഭവം ഒരു മുറിവായിരിക്കാം. നമ്മുടെ ചുറ്റും ചില മനുഷ്യരുണ്ട്. മറ്റൊരാളുടെ മുറിവ് കണ്ടാൽ മരുന്ന് അന്വേഷിക്കില്ല. അവിടെ വിരൽ വെച്ച് നോക്കും, ഇനിയും വേദനയുണ്ടോ എന്ന് ചോദിക്കുന്നത് പോലെ. പക്ഷെ ചോദിക്കുന്നത് വേദന മനസ്സിലാക്കാനല്ല, വേദനിപ്പിക്കാൻ. ചിലർക്ക് അതൊരു ഹോബിയാണ്. ഒരാളുടെ പരാജയം ഓർമ്മിപ്പിക്കുക, ഒരാളുടെ പഴയ തെറ്റ് വീണ്ടും പറയുക, ഒരാളുടെ കുടുംബ പ്രശ്നം മറ്റുള്ളവരുടെ മുന്നിൽ തുറന്നു കാട്ടുക, ഒരാളുടെ സാമ്പത്തിക ബുദ്ധിമുട്ടിനെക്കുറിച്ച് പരിഹസിക്കുക, ഒരാളുടെ ശരീരത്തെക്കുറിച്ച് കമൻ്റ് ചെയ്യുക, ഒരാൾക്ക് കുട്ടികളില്ലെങ്കിൽ അതിനെക്കുറിച്ച് ചോദിക്കുക, ഒരാളുടെ മക്കൾ പ്രതീക്ഷിച്ച രീതിയിൽ വളർന്നില്ലെങ്കിൽ അതിനെക്കുറിച്ച് പറയുക, ഒരാൾക്ക് ജോലി കിട്ടാത്തപ്പോൾ ഇനിയും ആയില്ലേ എന്ന് ചോദിക്കുക, ഒരാൾക്ക് ബിസിനസ്സിൽ നഷ്ടം വന്നപ്പോൾ ഞാൻ അന്നേ പറഞ്ഞതല്ലേ എന്ന് ഓർമ്മിപ്പിക്കുക. ഇതൊന്നും വലിയ കുറ്റകൃത്യങ്ങളല്ല. പക്ഷെ ചില വാക്കുകൾക്ക് മനുഷ്യൻ്റെ ഉള്ളിൽ വലിയ ശബ്ദമുണ്ടാക്കാൻ കഴിയും. ഒരു കുട്ടി സൈക്കിൾ ഓടിക്കാൻ പഠിക്കുകയാണ്. വീഴുന്നു, മുട്ടിൽ ചെറിയൊരു മുറിവ്. അമ്മ ഓടിയെത്തുന്നു. ഒന്നുമില്ല, എഴുന്നേൽക്ക്. അവൾ മുറിവിൽ മരുന്ന് പുരട്ടുന്നു. അതേസമയം അടുത്തു നിന്ന ഒരാൾ ചിരിച്ചുകൊണ്ട് പറഞ്ഞാൽ, അയ്യോ, ഇത്ര ചെറിയ കാര്യം പോലും ചെയ്യാൻ അറിയില്ലേ? കുട്ടിയുടെ മുട്ടിലെ മുറിവ് മാറും. പക്ഷെ ആ വാക്ക് ചിലപ്പോൾ വർഷങ്ങളോളം കൂടെ ഉണ്ടാകും. വളർന്നപ്പോൾ പോലും എനിക്കിത് കഴിയുമോ എന്ന ആശങ്ക തോന്നുമ്പോൾ ആ പഴയ ശബ്ദം ഉള്ളിൽ നിന്ന് വരാം, നിനക്ക് ഇതുപോലും ചെയ്യാൻ അറിയില്ലല്ലോ. അതുകൊണ്ടാണ് വാക്കുകൾ ചെറുതാണെങ്കിലും അവയുടെ മുറിവുകൾ ചിലപ്പോൾ വലുതാകുന്നത്. മുതിർന്നവരുടെ കാര്യത്തിലും ഇതുതന്നെയാണ്. ഒരു മനുഷ്യൻ ജീവിതത്തിൽ പരാജയപ്പെടുമ്പോൾ അവൻ പുറത്തുനിന്ന് സാധാരണക്കാരനായി കാണപ്പെടാം. ഓഫീസിൽ വരും, ചിരിക്കും, സംസാരിക്കും, ചായ കുടിക്കും, ജോലി ചെയ്യും. പക്ഷേ അവൻ്റെ ഉള്ളിൽ എന്താണ് നടക്കുന്നത് എന്ന് നമുക്ക് അറിയില്ല. അവൻ വീട്ടിൽ കിടന്ന് ഉറങ്ങാതെ കരഞ്ഞ കഴിഞ്ഞ രാത്രിയെക്കുറിച്ച് നമുക്കറിയില്ല. അവൻ ബാങ്ക് അക്കൗണ്ട് നോക്കി ആശങ്കപ്പെട്ടത് നമുക്കറിയില്ല. അവൻ സ്വന്തം കഴിവിനെ തന്നെ സംശയിച്ച നിമിഷങ്ങൾ നമുക്കറിയില്ല. അവൻ കണ്ണാടിയിൽ നോക്കി എനിക്ക് എന്താണ് സംഭവിച്ചത് എന്ന് സ്വയം ചോദിച്ചിട്ടുണ്ടാകാം. അങ്ങനെയുള്ള ഒരാളോട് നമ്മൾ ചോദിക്കുന്നു, എന്തായി, പഴയ പോലെ ഒന്നും നടക്കുന്നില്ലല്ലോ. നമുക്ക് അതൊരു തമാശയായിരിക്കാം. മനസ്സിൽ അമിത ഭാരം ചുമക്കുന്ന അവൻ്റെ ഉള്ളിൽ അത് മറ്റൊരു കല്ലായി മാറാം. എന്തു പറ്റി? സഹായം വേണമെങ്കിൽ പറയൂ. ഇത് കരുതലാണ്. എന്തു പറ്റി? അന്ന് വലിയ ആളായിരുന്നല്ലോ. ഇത് പരിഹാസമാണ്. വാക്കുകൾ ഏതാണ്ട് ഒരേപോലെ, പക്ഷെ ഉദ്ദേശം വ്യത്യസ്തമാണ്. എന്തുകൊണ്ടാണ് ചിലർ മറ്റുള്ളവരുടെ വേദനയിൽ സന്തോഷം കണ്ടെത്തുന്നത്? ഒരുപക്ഷെ മറ്റൊരാളുടെ പരാജയം കണ്ടാൽ സ്വന്തം പരാജയം ചെറുതായി തോന്നുന്നത് കൊണ്ടാകാം. ഒരാൾ താഴേക്ക് വീഴുമ്പോൾ ഞാൻ അത്ര മോശമല്ലല്ലോ എന്ന് സ്വയം ആശ്വസിക്കാൻ. മറ്റൊരാളുടെ ദൗർബല്യം ചൂണ്ടിക്കാണിച്ചാൽ സ്വന്തം ദൗർബല്യം മറയ്ക്കാൻ എളുപ്പമാണ്. ചിലപ്പോൾ അത് അസൂയയാണ്, ചിലപ്പോൾ സുരക്ഷിതത്വമില്ലായ്മയാണ്, ചിലപ്പോൾ പഴയ വൈരാഗ്യമാണ്, ചിലപ്പോൾ വെറും ശീലമാണ്. മറ്റൊരാളുടെ സ്വകാര്യ ജീവിതം ചർച്ച ചെയ്യുന്നത് വിനോദമായി മാറിയിരിക്കുന്നു. പക്ഷെ കാരണം എന്തായാലും മറ്റൊരാളുടെ വേദന നമ്മുടെ വിനോദമാകുന്ന നിമിഷം നമ്മുടെ മനുഷ്യത്വത്തിൽ എന്തോ കുറവ് വരുന്നു. നമ്മൾ പലപ്പോഴും പറയാറുണ്ട്, ഞാൻ സത്യം മാത്രമേ പറഞ്ഞുള്ളൂ. പക്ഷെ ഒരു ചോദ്യം ചോദിക്കാം, സത്യം പറയേണ്ട എല്ലാ അവസരവും നമുക്ക് ലഭിച്ച അവകാശമാണോ? ഒരു മനുഷ്യൻ്റെ ജീവിതത്തിലെ എല്ലാ സത്യങ്ങളും അറിയുന്നു എന്നതുകൊണ്ട് അവയെല്ലാം എല്ലാവരോടും പറയുവാനുള്ള അവകാശം നമുക്ക് കിട്ടുന്നില്ല.
ഒരു സുഹൃത്ത് ഒരിക്കൽ നമ്മോട് കരഞ്ഞുകൊണ്ട് പറഞ്ഞ ഒരു രഹസ്യം അടുത്ത ദിവസം മറ്റൊരു സുഹൃത്തിനോട് തമാശയായി പറയുന്നത് ഞാൻ സത്യം തന്നെയല്ലേ പറഞ്ഞത് എന്ന് ന്യായീകരിക്കാൻ കഴിയില്ല. വിശ്വാസം തകർത്തിട്ട് സത്യസന്ധതയുടെ പേര് പറയാനാവില്ല. നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും നമുക്കും ഒരു മുറിവുണ്ടായിട്ടുണ്ട്. ഒരുപക്ഷെ പരാജയം, ഒരുപക്ഷെ പണത്തിൻ്റെ പ്രശ്നം, ഒരുപക്ഷെ ബന്ധത്തിലെ തകർച്ച, ഒരുപക്ഷെ ഒരു തെറ്റായ തീരുമാനം, ഒരുപക്ഷെ നമ്മൾ ഇന്നും ആരോടും പറയാത്ത ഒരു വേദന, ആരും അറിയാത്ത ഒരു രാത്രി ഉണ്ടാകാം, ആരും കാണാത്ത ഒരു കണ്ണുനീരുണ്ടാവാം. അപ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്നത് എന്താണ്? ആരും വന്ന് അതിനെ വീണ്ടും ഓർമ്മിപ്പിക്കണമെന്നല്ല, ആരും വന്ന് മുറിവിൽ വിരൽ വയ്ക്കരുത് എന്നതാണ്. ഒരുപക്ഷെ ഒരാൾ ശാന്തമായി അടുത്തിരുന്നാൽ മതി, സാരമില്ല എന്ന് പറഞ്ഞാൽ മതി, അല്ലെങ്കിൽ ഒന്നും പറയാതെ ഞാൻ കൂടെയുണ്ട് എന്നൊരു സാന്നിധ്യം തന്നാൽ മതി. അതുകൊണ്ട് ഇന്നൊരാളെക്കുറിച്ച് എന്തെങ്കിലും പറയുന്നതിന് മുൻപ് ഒരു ചെറിയ ചോദ്യം നമ്മോട് തന്നെ ചോദിക്കാം. ഞാൻ പറയാൻ പോകുന്നത് അവൻ്റെ മുറിവ് ഭേദമാക്കുമോ അതോ വീണ്ടും തുറക്കുമോ? ഒരു വാക്ക് പറയുന്നതിന് മുൻപ് ഒരു നിമിഷം നിൽക്കാം. ഒരു പഴയ തെറ്റ് ഓർമ്മിപ്പിക്കുന്നതിന് മുൻപ് നിൽക്കാം. ഒരു സ്വകാര്യ വിഷയം മറ്റൊരാളോട് പറയുന്നതിന് മുൻപ് നിൽക്കാം. കാരണം നമുക്കറിയില്ല നമ്മൾ തമാശയായി പറഞ്ഞ ഒരു വാക്ക് മറ്റൊരാൾ വീട്ടിലെത്തി ഒറ്റയ്ക്കിരുന്ന് വീണ്ടും വീണ്ടും ഓർത്തുകൊണ്ടിരിക്കുമോ എന്ന്. ജീവിതത്തിൽ വലിയ കാര്യങ്ങൾ ചെയ്യാൻ എല്ലാവർക്കും കഴിയണമെന്നില്ല. പക്ഷെ ഒരു മനുഷ്യൻ്റെ മുറിവിൽ വിരൽ വയ്ക്കാതിരിക്കാൻ നമുക്കെല്ലാവർക്കും കഴിയും. ഒരാളുടെ വീഴ്ചയിൽ ചിരിക്കാതെ നിൽക്കാം. ഒരാളുടെ രഹസ്യം കാത്തു സൂക്ഷിക്കാം. ഒരാളുടെ പരാജയം വീണ്ടും വീണ്ടും ഓർമ്മിപ്പിക്കാതിരിക്കാം. ഒരാളുടെ വേദനയെ സംഭാഷണത്തിൻ്റെ മസാലയാക്കാതിരിക്കാം. ചിലപ്പോൾ ഏറ്റവും വലിയ കരുണ ഒന്നും പറയാതിരിക്കലാണ്. കാരണം മറ്റൊരാളുടെ മുറിവ് കാണുമ്പോൾ അത് എത്ര ആഴമുള്ളതാണെന്ന് പരിശോധിക്കാൻ വിരൽ വയ്ക്കേണ്ടതില്ല. അവിടെ കൈവയ്ക്കാം, പക്ഷെ വിരൽ കുത്തരുത്. ഒരുപക്ഷെ നമ്മുടെ ഒരു വാക്ക് ഒരാളുടെ ജീവിതത്തിലെ മറ്റൊരു മുറിവാകാം. അതുപോലെ തന്നെ നമ്മുടെ ഒരു വാക്ക് അവൻ്റെ മുറിവിന് ആദ്യത്തെ മരുന്നും ആകാം. ഇന്ന് നമ്മൾ ആരായിരിക്കണം? മുറിവ് തുറക്കുന്ന മനുഷ്യനോ മുറിവ് മൂടുന്ന മനുഷ്യനോ? ഉത്തരം പറയേണ്ടത് മറ്റാരുമല്ല, നമ്മളാണ്. നന്ദി.